നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളികളും കേരളവും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സംഗതി ഡൽഹിയിൽ നടക്കുന്നത് നമ്മുടെ പാർലമെന്റിൽ രണ്ട് നോൺ കോൺഫിഡൻസ് മോഷൻസ് സർക്കാരിനെതിരെയല്ല, സ്പീക്കർക്കെതിരെയും അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയും നടക്കുകയാണ്. ഇവിടെ സ്പീക്കർക്കെതിരെയുള്ള നോൺ കോൺഫിഡൻസ് മോഷൻ വോയിസ് വോട്ടോടുകൂടി എല്ലാവർക്കും അറിയാം. ഇത് സർക്കാരിൻ്റെ BJPക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അത് ജയിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ കാണിക്കുന്നത് സ്പീക്കറെ മാറ്റാനുള്ള റെസൊല്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ 100 MPമാരെങ്കിലും മിനിമം സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ CCA 150 MPമാരെ സൈൻ ചെയ്തിരിക്കണം. ഇത് രണ്ടും നടന്നിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവർക്കും തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ സംവിധാനത്തോടെ കോൺഫിഡൻസ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ തങ്ങളെ നിയന്ത്രിക്കുന്ന പാർലമെന്റിനകത്ത് നിയന്ത്രിക്കുന്ന സ്പീക്കറിലുള്ള കോൺഫിഡൻസ് പോയിരിക്കുകയാണ്. പക്ഷേ ഇത് വെറും വേറൊരു റെസൊല്യൂഷനായിട്ട് മാത്രമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ഉള്ള ഒരു ചോദ്യചിഹ്നമുണ്ട്. അതായത് ഇങ്ങനെ പ്രതിപക്ഷത്തെ വെറും കരിവേപ്പില ആക്കുന്ന ഒരു സർക്കാർ ജനാധിപത്യപരമായി എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇങ്ങനെ ഇത്രയും വലിയൊരു അങ്ങനെ സാധാരണ സ്പീക്കർക്കെതിരെ മോഷൻ കൊണ്ടുവരിക എന്നുള്ളത് വളരെ അപൂർവമാണ് ഇന്ത്യൻ പാർലമെന്റിൽ. കാരണം വെച്ചാൽ സ്പീക്കറിന്റെ പെരുമാറ്റവും രീതികളും ഒക്കെ അങ്ങനെയാണ്. സ്പീക്കറിന്റെ ജോലി തന്നെ അങ്ങനെയാണ്. രണ്ട് കൂട്ടരെയും കൊണ്ടുപോകാം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാർലമെന്റിന് വെളിയിൽ സർക്കാരിന്റെ മുഴുവൻ ദിക്കത്ത് നടക്കും. പക്ഷെ പാർലമെന്റിനകത്ത് ഒരു ചെറിയ, അതായത് പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഓപ്പോസിഷന് കേൾക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. ഓപ്പോസിഷൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക പ്രിവിലേജസ് ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ഓപ്പോസിഷൻ ലീഡർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പാർലമെന്റ് കവർ ചെയ്യുമ്പോൾ അന്ന് ചന്ദ്രശേഖരന്റെ പാർട്ടിക്ക് 10 പേരായിരിക്കും. പക്ഷെ അദ്ദേഹം ഇന്നിച്ച് തന്നാൽ ഏത് സ്പീക്കറും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും. എന്തിന്? KP ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 1 or 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം സീനിയർ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം പറയുന്നത് ഇന്നിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായി കാണും എന്ന് സ്പീക്കർമാർക്കറിയാം. അതുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇന്നലെ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്, അദ്ദേഹത്തിന് ഒരു മന്ത്രിയുടെ സ്റ്റാറ്റസ് ഉള്ള പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് പ്രത്യേക പ്രിവിലേജസ് ഒന്നും ഇല്ല എന്ന് പറയുന്നു. എന്താണ് സാർ ഇത്? നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇവർക്ക് ജനാധിപത്യം എന്നുള്ളത് തൊട്ട് തേച്ച് അയലത്ത് പോലും പോയിട്ടില്ല ഇവർക്കൊന്നും എന്ന് നമുക്ക് കരുതേണ്ടി വരുമോ സാർ? അത് നമുക്ക് നിഷ്കളങ്കത അഭിനയിക്കാൻ അവകാശമില്ല. രാഷ്ട്രീയ നിഷ്കളങ്കത അഭിനയിക്കാൻ അവകാശമില്ല. പ്രത്യേകിച്ച് നമ്മളെ പോലെ രണ്ടുപേരെ പോലെ വളരെ കാലം ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രക്രിയയ്ക്ക് വളരെ അടുത്തു നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു തൊഴിലെടുത്ത നമുക്ക് പാർലമെന്റ് എന്ന സങ്കല്പത്തിന്, താങ്കൾ പറഞ്ഞതുപോലെ അതിന് സങ്കല്പം തന്നെ അത് വല്ല രാജാവിന്റെ പോലെ രാജ്യസഭയിൽ പോലും ഇന്ന് കാണാൻ കഴിയാത്ത വിധമുള്ള ഒരു വാമൂടിക്കെട്ടലാണ് ഈ അടുത്ത കാലത്ത് ഈ മോഡി സർക്കാരിന്റെ കീഴിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകതയില്ല. ഇത് കഴിഞ്ഞ സ്പീക്കർ പോയത്, അപ്രത്യക്ഷനായത് എങ്ങനെയാണെന്ന് ഞാൻ താങ്കളോട് പറയണ്ടല്ലോ. ഇന്ത്യയിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇഷ്ടമല്ലാത്ത എന്തോ ഇപ്പോഴും വ്യക്തമല്ല. അത് ചെയ്തതിന്റെ പേരിലാണ് കഴിഞ്ഞ സ്പീക്കറെ അതിവേഗം രാജ്യസഭാ ചെയർമാൻ അത് തന്നെ ഒരു അധ്യക്ഷനാണല്ലോ, ഒരു രാജ്യസഭാ ചെയർമാൻ, വൈസ് പ്രസിഡന്റ്. ആ അധ്യക്ഷനെ എത്ര വേഗമാണ് അദ്ദേഹം മുങ്ങിയത്. അദ്ദേഹം ഇനിയും പൊന്തിയിട്ടില്ല. അങ്ങേർക്ക് ഭീഷണിയായിരുന്നു, അദ്ദേഹത്തിന് ജീവൻ അപകടമായിരുന്നു എന്ന് വരെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതാണ് അവസ്ഥ. ഒരു രാജ്യസഭയുടെ അധ്യക്ഷൻ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയുടെ അങ്ങേർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എത്രയുണ്ടെന്ന് നമുക്ക് നന്നായി മനസ്സിലായി കഴിയും. അപ്പൊ പുതിയ ഈ ലോക്സഭാ സ്പീക്കറുടെ
ദൗത്യം ഇത് തന്നെയാണ്. ഇവിടെ പാർലമെന്റ് പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തിനല്ല, ഏകാധിപതിക്ക് കുഴലൂതാൻ വേണ്ടിയുള്ള ഒരു സഭയാക്കി മാറ്റിയെടുക്കുക. അതായത് ഇന്ത്യയുടെ നിരവധി ജനാധിപത്യപരമായ സ്ഥാപനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ പാർലമെന്ററി ഡെമോക്രസി, നമ്മളൊരു പ്രസിഡൻഷ്യൽ ഫോമുള്ള ഒരു സംവിധാനത്തിലെ പാർലമെന്റ് അല്ല, നമ്മൾ പാർലമെന്ററി ഡെമോക്രസിയാണ്. അല്ലാതെ വെറും ഡെമോക്രസി അല്ല, റിപ്പബ്ലിക്കൻ ഡെമോക്രസി അല്ല, പ്രസിഡൻഷ്യൽ ഡെമോക്രസി അല്ല. ജനപ്രതിനിധികളാണ് ജനങ്ങൾ ഭരണം നടത്തുന്നത്. എന്തിന്? അതിന്റെ ഈ പ്രതിപക്ഷം അടങ്ങുന്ന സഭയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടാണ് ക്യാബിനറ്റും പ്രധാനമന്ത്രിയും പെരുമാറേണ്ടത്. ഇതിന്റെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ നിരവധി ചരിത്രങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന് വേണ്ടി നിരവധി വിട്ടുവീഴ്ചകൾ ചെയ്ത ചരിത്രം നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം വരെ എനിക്കറിയാം. അവരുമായിട്ടുള്ള അവരെ പ്രതിപക്ഷത്തെ മാറ്റി വിളിച്ച് ചർച്ച ചെയ്യുന്നത് അറിയാം. സോംനാഥ് ചാറ്റർജിയെ പോലെ പ്രതിപക്ഷത്തു നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് സർക്കാരിന് വേണ്ടി നിലപാടെടുത്ത സ്പീക്കറെയും നമുക്കറിയാം. താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ കാലഘട്ടം. ഒന്നാമതില് CPM-നെ പോലെ ഒരു കാഡർ പാർട്ടിയുടെ നേതാവായി അന്നത്തെ UPA സർക്കാരിൽ ഞാൻ അവിടെ നിന്ന് ഡൽഹിയിൽ ഉള്ളപ്പോഴാണ് ഞാൻ ആ ഡൽഹിയിൽ ആ കാലഘട്ടം ഓർക്കുകയാണ്. അദ്ദേഹം പോലും തന്റെ സ്വതന്ത്ര വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി അന്ന് സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുകയും അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന മാതൃക. സോംനാഥ് ചാറ്റർജി ചെറിയ ആളല്ല. ഇന്നത്തെ പോലെ ഈ ഏതെങ്കിലും മോഡിയുടെയും ഷായുടെയും ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കാൻ വിളിച്ചു കയറ്റിയ സ്പീക്കർ അല്ല. ഇതുപോലെ വലിയ പാരമ്പര്യമുള്ളവര് ഹമീദ് അൻസാരി എനിക്കറിയാം, രാജ്യസഭയിൽ അദ്ദേഹം എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാജ്പേയിയും മറ്റുമായി വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. പാർലമെന്ററി കമ്മിറ്റികൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. സ്പീക്കറുടെ ചേംബറിൽ ഒത്തുതീർന്നിരുന്ന എത്ര തർക്കങ്ങൾ നമുക്കറിയാം, ഇല്ലേ? ഇതെല്ലാം ഒരർത്ഥത്തിലും കമ്മിറ്റി സംവിധാനം ഇല്ലാതാക്കി പാർലമെന്റിൽ സംസാരിക്കാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ക്യാബിനറ്റ് അംഗങ്ങൾ കൂകി വിളിക്കുന്നു, അല്ലെ? ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? AKG പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നെഹ്റു സർക്കാരിലെ ആളുകൾ വിമോചന സമരം നടക്കുന്ന കാലഘട്ടത്തിന്റെ മുൻപിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തമ്മിൽ തീവ്രമായി ഏറ്റുമുട്ടുന്ന സമയത്ത് AKG പറയുന്നത് കേൾക്കാൻ പാർലമെന്റിൽ സ്വന്തം മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നെഹ്റുവിന്റെ പാരമ്പര്യമാണ് ജനാധിപത്യത്തിൽ. അന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഇത്ര പ്രായമില്ല. ഈ പ്രായം എത്തിയ ഈ ജനാധിപത്യത്തെ ഈ RSS BJP നേതൃത്വം ഏറ്റെടുത്ത് അതിൽ വിജയിച്ച് ആ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന് ആ മാർഗത്തെ തന്നെ ഇല്ലാതാക്കുക. അതാണ് വന്ന വഴി ഇനി ആരും നടക്കരുത്. തെരഞ്ഞെടുപ്പ് കൃത്രിമമായി, താങ്കൾ ആദ്യം പറഞ്ഞു ഗണേഷ് കുമാറിനെ പറ്റിയുള്ള അവിശ്വാസമുണ്ടെന്ന്. അപ്പൊ താങ്കൾ എത്ര ബന്ധം എന്താണ്? തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവം നടത്താതെ തങ്ങൾക്ക് അനുകൂലമായി വിജയിപ്പിക്കുക, എന്നിട്ട് ഇതുവരെ ജയിച്ചു വന്ന തങ്ങൾക്കെതിരായി ഒന്നും പറയാൻ പ്രതിപക്ഷത്തെ സമ്മതിക്കാതിരിക്കുക. ഇതിൽ കൂടുതൽ ഒരു സ്വേച്ഛാധിപത്യത്തിന് ഈ അടിയന്തരാവസ്ഥയിൽ താങ്കൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അടിയന്തരാവസ്ഥയിൽ പോലും AKGക്ക് പ്രസംഗിക്കാൻ അനുവാദം കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം അശോക റോഡിലെ മുറിയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുമ്പോൾ, ഞാൻ യുവാവായ പത്രപ്രവർത്തകനാണ്, എന്നോട് പറഞ്ഞു, നീ വായിച്ചോ, ലോകം അറിയില്ല എങ്കിലും നീ വായിച്ചോ എന്ന്. ഇതൊക്കെ നമ്മളുടെയൊക്കെ പത്രപ്രവർത്തന ചരിത്രത്തിൽ സ്വാതന്ത്ര്യം എന്താണ്, ജനാധിപത്യം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്നെ വേദനിപ്പിക്കുന്ന ഒന്ന്, സ്പീക്കർക്കെതിരായി ഒപ്പോസിഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാർലമെന്റിന്റെ റെക്കോർഡിൽ ഇരിക്കാൻ പോകുകയാണ് ഇനി. അതായത് ചരിത്രത്തിലേക്ക് കയറുകയാണ്. അതുപോലെ തന്നെ CEC-യിലേക്ക് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ റെക്കോർഡാണ്. അത് അവരെ BJP എല്ലാം RSS ആര് വിചാരിച്ചാലും അത് നീക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു റെസൊല്യൂഷൻ മെമ്പർ സംസാരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങൾ സ്പീക്കറാകാൻ അർഹതയില്ലാത്ത ആളാണ് എന്ന് സ്പീക്കറോട് വെട്ടിത്തുറഞ്ഞ് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ വളരെ വളരെ കൃത്യമാണ്. കാരണം ഇവർ ഭയപ്പെടുന്നത് ഇന്നിനെ മാത്രമല്ല. They are not afraid just of today. They are not just afraid of the present.
They are not just afraid of the present opposition. അവർ ചരിത്രത്തിൽ പോലും ഭയപ്പെടുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ചരിത്രരേഖയായി അവസാനിച്ചാൽ ചരിത്രം അവർക്കെതിരായി വിധി പറയുമെന്ന് നല്ല അറിവുള്ളവരാണ് RSSന്റെ ബുദ്ധികേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് ഒന്നും പാർലമെന്റിന്റെ രേഖയിൽ അവശേഷിപ്പിക്കുകയില്ല എന്നുകൂടി ഈ ഏകാധിപതികൾ തീരുമാനിക്കുന്നത്. അതിൽ ഈ അത്ഭുതമില്ല. കാരണം ഇത് ഇന്ന് നമ്മൾ പറഞ്ഞത്, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞത്, അല്ലെങ്കിൽ പാർലമെന്റിൽ നടന്ന എപ്സ്റ്റീൻ വിളികൾ, അത് ഇന്ത്യ മുഴുവൻ മുഴങ്ങുകയാണ്. എപ്സ്റ്റീനും നമ്മുടെ പ്രധാനമന്ത്രിയും തമ്മിൽ എന്താണ് ബന്ധം? എപ്സ്റ്റീനും നമ്മളുടെ പെട്രോളിയം മന്ത്രിയും തമ്മിൽ എന്താണ് ബന്ധം? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ പണ്ട് റാഫേൽ ഇതിനെ പറ്റി മുഴുകില്ലേ, അതുപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയ്ക്ക്. ജനങ്ങളിൽ എത്തുന്നുണ്ട്. കാരണം ഇവിടുത്തെ പ്രധാന പ്രശ്നം നമ്മുടെ തെരുവുകൾ ഉണരുന്നില്ല. ഇതെല്ലാം സംഭവിക്കുമ്പോഴും അവർക്ക് തെരുവുകളിൽ ജനങ്ങൾ ഇത് തങ്ങളുടെ കൂടി പ്രശ്നമായി എടുത്തു മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ഏക സൗജന്യത്തിലാണ് ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉജ്ജ്വലമായ പ്രകടനമാണ് കഴിഞ്ഞ പാർലമെന്റിൽ നടത്തുന്നത്. പക്ഷേ അവർക്ക് അത് വോട്ടാക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധമാക്കാനോ കഴിയുന്നില്ല എന്നാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് തന്നെ അത് പറയുന്നതിൽ നാണം തോന്നുന്നു ഇപ്പോൾ താങ്കളോട്. എന്തുകൊണ്ടാണ് ഇത് താങ്കൾ പറഞ്ഞ ഈ തെരുവിലെ പ്രതിഷേധം വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ എമർജൻസി സമയത്ത്, ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു, താങ്കൾ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു, എന്ന് നമ്മൾ കണ്ടാണ്. അത് നമ്മൾ വിചാരിച്ച് എന്താണ് ജനങ്ങൾ മിണ്ടാതിരിക്കുന്നത്, എന്താണ് അത് രണ്ടു തരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ രണ്ടാമത്തത് കണ്ടില്ല. ആദ്യം താങ്കൾ പറയുന്ന പോലെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ ജനങ്ങളിൽ തിളച്ചു നിന്ന വികാരം, അത് ജയപ്രകാശ് നാരായണന്റെ രാംലീല മൈതാനത്തെ പ്രസംഗത്തിന്റെ അന്ന് കണ്ടയാളാണ് ഞാൻ. മനസ്സിലായില്ലേ? അവിടെ നിന്നാണല്ലോ എമർജൻസി തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെതിരായ പ്രതിഷേധം ബീഹാറിൽ, ഗുജറാത്തിൽ, ഡൽഹിയിൽ എല്ലാം അലയൊടിക്കുന്നുണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയ്ക്ക്. പിന്നീടാണ് അടിയന്തരാവസ്ഥ വന്ന് അത് നിശബ്ദമാക്കിയത്. എന്നിട്ടും ശബ്ദിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അവർ തൂത്തെറിഞ്ഞില്ലേ? കേരളത്തിലും അപൂർവ സ്ഥലങ്ങളിലും ഒഴിച്ച്. എന്നിട്ട് 2 ഇലക്ഷനിൽ അവർ വീണ്ടും ഇവിടെ മോഡിയെ വിജയിപ്പിക്കുകയല്ലേ ചെയ്തത്. മൂന്നാമത്തെ തവണ കുറച്ച് വോട്ട് കുറഞ്ഞു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചേതന ഉണർത്താൻ കഴിയുന്ന നേതൃത്വമോ പ്രതിപക്ഷ കക്ഷികളോ ജനാധിപത്യ നേതാക്കളോ ഇപ്പോൾ കാണുന്നില്ല. അതിനുവേണ്ട ഐക്യമുന്നണി ദുർബലമാണ്. ഇതിന്റെ ആനുകൂല്യം പറ്റിയാണ് ഈ മോഡി സർക്കാർ ഈ പറയുന്ന പോലെ പാർലമെന്റിനെ ഇത്ര നിശബ്ദമാക്കുന്നതും പാർലമെന്റിന് പുറത്തുള്ള ജനങ്ങളെ അടിച്ചമർത്തുന്നതും സെൻസർഷിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുള്ള SIR-ഉം ഈ സമസ്ത നാശങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഉണർന്നെഴുന്നേൽക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം വീണ്ടും സ്വന്തം ശബ്ദം കേൾക്കുന്നതും ഒരേ വാദം ആവർത്തിക്കുന്നതും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അപ്പോൾ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ ഈ അടിച്ചമർത്താൻ ഇനി അവശേഷിക്കുന്ന എന്താണ്? രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര കേസുകളാണ്? 54 കേസുകൾ പല സ്ഥലത്തായി. അദ്ദേഹത്തിനെ പറ്റിയുള്ള അപവാദ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ. എന്താണ് ബാക്കിയുള്ളത്? എന്നിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് ജനങ്ങളെ സ്വാധീനിച്ച് തെരുവിലിറക്കാൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹം സ്വയം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെ ജനാധിപത്യത്തിന് വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പോലും എങ്ങനെയെങ്കിലും ഇതെല്ലാം നിർത്തി പതുക്കെ ഒരു സഹകരണത്തിന്റെ പാതയിൽ പോയിരുന്നെങ്കിൽ എന്നാണ് പല കോൺഗ്രസ് 2ാം നിരയുടെയും ആഗ്രഹം. പക്ഷേ നമുക്ക് അഭിമാനം തോന്നുന്നത് നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം, അത് സോണിയാഗാന്ധി, ഇത്രയെല്ലാം അസുഖങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ഇടപെടലുകൾ എത്ര ധീരമാണ്. അത്തരത്തിലുള്ള ഒരു ധീരത മാത്രമാണ് ജനാധിപത്യ വിശ്വാസികൾക്കും ഇടതുപക്ഷ വിശ്വാസികൾക്കും ഇന്ന് തൽക്കാലം ഒരു ആശ്വാസം തരുന്നത്. പക്ഷേ അത് ഇവരെ നിയന്ത്രിക്കാൻ പോരാ എന്നാണ് ചരിത്രവും ഇന്നത്തെ യാഥാർത്ഥ്യവും നമ്മളോട് പറയുന്നത്. അതന്നെ സാർ, ഇവിടെ ഒന്ന് ഞാൻ ചൂണ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കത് സമാപിക്കുന്നതിന് മുമ്പേ സുപ്രീം കോടതി ഈയിടെ പറഞ്ഞില്ലേ, സുപ്രീം കോടതി NCERT-യുടെ ജുഡീഷ്യൽ കറപ്ഷനെ പറ്റിയുള്ള ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞപ്പോൾ
മിക്ക സീനിയർ ജൂറിസ്റ്റും പറഞ്ഞു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആക്രമണപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തേക്കാം സർക്കാരിൽ നിന്നും. ഇത് ജുഡീഷ്യറിക്കെതിരെയുള്ള ആക്രമണമാണോ, അത് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ആ കമ്മിറ്റി ആ ബുക്ക് ചെയ്ത എക്സ്പെർട്ട് കമ്മിറ്റിയിലെ ആൾക്കാർക്ക് പിരിച്ചുവിട്ടിരിക്കുന്നു, അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് സുപ്രീം കോടതിക്ക് പോലും മനസ്സിലായിരിക്കുന്നു ഇവിടെ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അത് പാർലമെന്റിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പീക്കർക്കെതിരെയും CECക്കെതിരെയും അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് കാണിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകെപ്പാടെ ഒരു തരത്തിൽ പറഞ്ഞാൽ. ചെറിയ പറഞ്ഞ ഒരു കാര്യം, താങ്കൾ ഈ ജുഡീഷ്യറിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജുഡീഷ്യറി വളരെ കൗശലപൂർവം ഈ RSS BJP ഫാസിസത്തിന് അരുനിൽക്കുകയാണ്. കാരണം താങ്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരെ വലിയ തോതിൽ നോവിക്കാത്ത ചില കാര്യങ്ങളിൽ അവർ വളരെ കർക്കശവും വളരെ വളരെ സ്വാതന്ത്ര്യബോധവും കാണിച്ചുള്ള വിധി പ്രസ്താവങ്ങൾ നടത്തും. എന്നാൽ RSS BJPയെ നോവിപ്പിക്കുന്ന അവരുടെ ചങ്കിൽ തട്ടുന്ന, അവരുടെ ഫാസിസത്തിന്റെ ചങ്കിൽ തട്ടുന്ന ഒരു വിധിയും അവർ ഇതുവരെ പിടിപിടിക്കില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരും ചോദിക്കാതെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ പൊതു സിവിൽ നിയമം നടപ്പാക്കേണ്ട സമയമായെന്ന്. ആരും ചോദിച്ചില്ല അവരോട് ആ സമയമായോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെ വഴി വെട്ടുക കൂടി ചെയ്യുകയാണ്, അവർ വഴി വെട്ടുക കൂടി ചെയ്യുകയാണ് ജുഡീഷ്യറി. അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യറിയിൽ നമ്മൾ ആശ്വാസം അർപ്പിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം അവരുടെ കള്ളക്കളിയും നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തെരുവുകൾ മാത്രമാണ് ആശ്രയം, അതും ഉണ്ടാവുന്നില്ല. അതന്നെ സർ. പക്ഷെ ഒന്ന് വളരെ ക്ലിയർ ആണ്, എല്ലാ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അണ്ടർ അറ്റാക്ക് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഓപ്പോസിഷൻ പാർട്ടീസും ജനങ്ങളും എനിക്ക് തോന്നുന്നത് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും.